മധുരച്ചോളം ഉയർന്ന പഞ്ചസാരയുടെ അംശമുള്ളതും നമുക്ക് ഉപയോഗിക്കാവുന്നതുമായി അതുപോലെ നമുക്ക് കൃഷി ചെയ്യാവുന്ന ഒരു പ്രത്യേക ചോളമാണ് മധുരച്ചോളം എന്നറിയപ്പെടുന്നത്. ഇത് പോഷകഗുണമുള്ളതും പ്രമേഹ രോഗികൾക്കും ഉയർന്ന പഞ്ചസാരയുടെ അംശമാണ് ഉള്ളത്. മനുഷ്യ ഒരുപോലെ എല്ലാവർക്കും ഉപയോഗത്തിനായിട്ട് കൃഷി ചെയ്യുന്ന പ്രത്യേക ചോളമാണ്. ഷുഗർ കോൺ പോഷകങ്ങളൊക്കെ അടങ്ങിയിട്ട് വിളിക്കപ്പെടുന്നത്. ഇത് പോഷകഗുണമുള്ളതും പ്രമേഹ രോഗികൾക്കും കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് മധുരച്ചോളങ്ങൾക്കും ഒരുപോലെ ഗുണകരം ഉണ്ടാകുന്നു. എല്ലാവർക്കും കഴിക്കാവുന്ന അതുപോലെ രുചികരം. ഇത് മധുരച്ചോളങ്ങളുടെ രുചികരമായ ആരോഗ്യത്തിന് വളരെ ഗുണകരമായ ശരീരത്തിൽ ആവശ്യമായ പോഷകങ്ങൾ, ശരീരത്തിന് ആവശ്യമായ നാരുകൾ, വിറ്റാമിൻ, ധാതുക്കൾ ആവിയിൽ വേവിച്ചോ എണ്ണയും ഇതിൽ ധാരാളം സുഗന്ധ വ്യഞ്ജനങ്ങളും ചേർത്ത് ഇത് ഉപയോഗിക്കുന്നത്. നമുക്കിത് കേരളത്തിലെ കാലാവസ്ഥയിൽ ചോളം പുഴുങ്ങിയത് നന്നായി പോഷകഗുണമുള്ള രുചികരമായ ഒരു കൃഷി ചെയ്യാവുന്നതാണ്. അത് പുഴുങ്ങുന്നത് തിളപ്പിച്ച വെള്ളത്തിലിട്ട് 10-15 മിനിറ്റ് വേവിച്ചോ കുക്കറിലിട്ട് ഒരു വിസിൽ അടിച്ചോ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിലെ വിറ്റാമിൻ, നാരുകൾ, ഫൈബർ, മഗ്നീഷ്യം എന്നിവയൊക്കെ ആൻറ്റിഓക്സിഡൻ്റ് അടങ്ങിയിട്ട് ധാരാളം. അതിനാൽ കണ്ണിൻ്റെ ആരോഗ്യത്തിനും നമുക്ക് ഈ ചോളം നമുക്ക് പുഴുങ്ങി കഴിക്കാവുന്നതാണ്. പോഷകഗുണമുള്ളതും രുചികരമായ ഒരു ലഘു ഭക്ഷണമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. തിളപ്പിച്ച വെള്ളത്തിലിട്ട് 10-15 മിനിറ്റോ വേവിച്ചോ കുക്കറിലിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചോ നമുക്ക് ഇത് ആവിയിൽ വേവിച്ച് തയ്യാറാക്കാവുന്നതാണ്. ആവിയിൽ വിറ്റാമിൻ എ, ഫൈബർ, മഗ്നീഷ്യം എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. മുളക് പൊടി മിതമായ അളവിൽ ശരീരഭാരം കുറയ്ക്കുവാനായിട്ട് സഹായിക്കുന്നു. വെണ്ണയും ഉപ്പ്, മുളക് പൊടി, നാരങ്ങാനീര് എന്നിവ ചേർത്ത് ചോളത്തിൻ്റെ തൊലി കഴിക്കാവുന്നതാണ്. ഞങ്ങൾ മുളക് പൊടിയും ഉപ്പും ചേർത്താണ് കഴിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു. ഇത് പുഴുങ്ങുന്ന രീതി, ചോളം പുഴുങ്ങുന്ന രീതി എന്ന് പറഞ്ഞാൽ ചോളത്തിൻ്റെ തൊലിയും നാരുകളും ഒക്കെ നീക്കം ചെയ്യണം. എന്നിട്ട് വൃത്തിയാക്കി കുറച്ച് കഴുകിയതിനു ശേഷം ഒരു വലിയ പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് ചോളം മഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. വെള്ളത്തിൽ വേണമെങ്കിൽ കുറച്ച് ഉപ്പും ചേർക്കാം. ചോളം ഇളം മഞ്ഞയിൽ നിന്ന് കടും മഞ്ഞ പുഴുങ്ങിയ ചോളമാകുമ്പോൾ പാകമായി എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. രുചി കൂട്ടാൻ വേണ്ടി പുഴുങ്ങിയ ചോളത്തിൽ വെണ്ണ പുരട്ടി ഉപ്പും മുളകുപൊടിയും നാരങ്ങാനീരും ചേർത്തും ഉപയോഗിക്കാം. ശരീരഭാരം കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കാവുന്ന ഈ പുഴുങ്ങിയ ചോളം ആരോഗ്യത്തിൽ തന്നെ നമ്മൾ പറയുന്നല്ലോ. നാരുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, വിറ്റാമിൻ എ, സി, ബി കോംപ്ലക്സ് ധാതുക്കൾ, പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിവയിൽ സമ്പുഷ്ടമായ ചോളം ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു, ദഹനം സുഗമമാക്കുന്നു, കണ്ണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നു. അതുപോലെ പ്രമേഹം നിയന്ത്രിക്കാനും ശരീരഭാരം കുറയ്ക്കാനും ഒക്കെ ഉള്ളൊരു മികച്ച ഭക്ഷണമാണ്. എങ്കിലും അധികമായാൽ അമിതഭാരണത്തിന് ഇത് കാരണമാകും. ഇതിന് പ്രധാന ആരോഗ്യ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ദഹനം ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ചോളത്തിൽ അടങ്ങിയിരിക്കുന്ന ലയിക്കാത്ത നാരുകൾ നമുക്ക് മലബന്ധം തടയുകയും ദഹനം സുഗമമാക്കുകയും ചെയ്യുന്നു. അതുപോലെ ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നു. ചോളത്തിലെ ഫോളേറ്റ്, പൊട്ടാസ്യം, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കുന്നു. അതുപോലെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഉത്തമമാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ല്യൂട്ടിൻ, സിയാക്സാന്തിൻ എന്നും കരോട്ടിനോയിഡുകൾ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുകയും നേത്രാരോഗങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്നു. നേത്ര രോഗങ്ങളൊക്കെ നിറഞ്ഞിട്ട് സഹായിക്കുന്നു. അതുപോലെ രക്തസമ്മർദ്ദവും പ്രമേഹവും നിയന്ത്രിക്കും. ചോളത്തിലെ നാരുകൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്താൻ സഹായിക്കും. പിന്നെ രോഗപ്രതിരോധശേഷി വർദ്ധിതമായ അളവ് വിറ്റാമിൻ സി, പഞ്ചസാരയുടെ അളവ്, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ ചർമ്മ സംരക്ഷണം. ചോളത്തിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചർമ്മത്തിൻ്റെ തിളക്കത്തിന് സഹായിക്കുന്നു, ഊർജ്ജം നൽകും. അന്നജം ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ അതുപോലെ ആവശ്യമായ ഊർജ്ജം നൽകുന്നു. ചോളത്തിൽ അന്നജം കൂടുതലായതിനാൽ അമിതമായി ശരീരഭാരം വർദ്ധിപ്പിക്കാൻ കാരണമായേക്കും. അപ്പോൾ പ്രമേഹ രോഗികളൊക്കെ മിതമായ അളവിൽ കഴിച്ചാൽ എന്താണ് നമ്മൾ പിന്നെ എല്ലാത്തിനും ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട്. അപ്പം ചോളം അമിതമായിട്ട് കഴിക്കുന്നതുകൊണ്ട് ദഹനക്കേട്, വയറ് വീർക്കൽ, ഗ്യാസ് എന്നിവയ്ക്ക് കാരണമാകുന്നു. ഇതിലെ ഉയർന്ന അന്നജം രക്തത്തിലെ പഞ്ചസാരകൾ വർദ്ധിപ്പിക്കുകയും അതിനാൽ പ്രമേഹ രോഗികൾ അമിതമായി അളവിൽ മാത്രമേ കഴിക്കുകയും ചെയ്യാവൂ. അപ്പോൾ അതുപോലെ തന്നെ കൂൺ ബാധിച്ച ചോളം കരൾ ശ്വാസകോശം പ്രശ്നങ്ങൾക്ക് വഴിയായേക്കാം. പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്ന തടയുന്ന ആൻറ്റി ന്യൂട്രീനുകളും ഇതിലുണ്ട്. അപ്പം ഗുണമുണ്ട്, കുറച്ചൊക്കെ ദോഷവുമുണ്ട്. അപ്പം നമ്മൾ മിതമായിട്ട് കഴിച്ചാൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. പക്ഷെ നല്ലൊരു ലഘു ഭക്ഷണമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.